ചേട്ടനോട് വന്നപ്പോ സൈക്കിൾ ഓടുന്നൊരു പൂതി അങ്ങനെ കേട്ടോ കയറ്റാൻ പറ്റില്ലട്ടാ. അതെ നമ്മുടെ ചേട്ടൻ സൈക്കിൾ വരുന്നുണ്ട് കേട്ടാ. എന്താ എങ്ങനെയുണ്ട് ഫീലിംഗ് എങ്ങനെയുണ്ട്? ചവിട്ടാൻ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ചവിട്ടാൻ എങ്ങനെയുണ്ട്? സാധാരണ ഈ സൈക്കിളിന് വെയിറ്റ് ഉണ്ട്, വെയിറ്റ് കൂടുതലാ. ഏകദേശം 22 കിലോ വെയിറ്റ് ഉണ്ട്. ഒത്തിരി നമുക്ക് ആ ഒരു നമ്മള് മറ്റേ റാലി ചവിട്ടുന്നതിനേക്കാൾ ഒരു 3 റൗണ്ട് കൂടുതൽ കിട്ടും. അത് ആ ഗിയറിലിട്ട് കയറാൻ പറ്റും. ഇന്ന് മരണം നമ്മൾ കഴിച്ചു. ഓക്കെ ചട്ടത്തിന്റെ നമ്മള് ക്രോസ് ചെയ്യാണ് വളറ വാട്ടർഫോൾ. അവര് കയറ്റിയതാണോ വെച്ചത് ചർച്ച നടക്കണം. കയറിയില്ല, അവര് പതുക്കെ സൈക്കിളായിട്ട് കയറി. പക്ഷെ ഞാനും കയറിയപ്പോ ബാക്കിലായിട്ട് നമ്മളെ പൈസയിലും കയറിയിട്ടാ. അത് ഇത് മിസ്സായി പോണ്ടെന്ന് വെച്ചിട്ടായിരുന്നു. നമ്മള് അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നിരപ്പായ സ്ഥലം വന്നു കേട്ടോ. അതാ പറഞ്ഞേ, ഒരു കയറ്റത്തിന് ഒരു ഇറക്കുണ്ടെന്ന് അറിയില്ല. അത് ഇതാണ് സംഭവം. നമ്മൾ എത്ര ഉയരങ്ങൾക്ക് പോയാലും ഒരു ഇറക്കം വരും. അത് വിചാരിച്ചിട്ട് ആരും ടെൻഷൻ അടിക്കണ്ട, അതേപോലെ തന്നെ കയറ്റം വരും. നമ്മൾ പരിശ്രമിച്ചാൽ വീണ്ടും വീണ്ടും കയറാൻ പറ്റും. നമ്മളെ സംബന്ധിച്ചിടത്തോളം കയറ്റല്ല കണ്ടത്, ഇറക്കണ കണ്ടത്. ഇരുമ്പ് പോലെ എത്തിയിട്ടുണ്ട് കേട്ടോ. ചേട്ടനോട് വന്നപ്പോ സൈക്കിൾ ഓടുന്നൊരു പൂതി അങ്ങോട്ട് ചോട്ടണ്ട കയറ്റാൻ പറ്റില്ലട്ടാ. ആ പോവുപ്പ ശരി. പുള്ളി അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് കയറില്ലട്ടാ, തള്ളി വരണ്ട. അതെ നമ്മുടെ ചേട്ടൻ സൈക്കിൾ വരുന്നുണ്ട് കേട്ടാ. എന്താ എങ്ങനെയുണ്ട് ഫീലിംഗ് എങ്ങനെയുണ്ട്? ചവിട്ടാൻ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ചവിട്ടാൻ എങ്ങനെയുണ്ട്? അതെ, ഇവിടെ വന്നപ്പോ എന്റെ വണ്ടി കയറും. അതെ, നിങ്ങൾ സ്ഥിരം ചവിട്ടാത്തവരല്ലേ? അല്ല സാധാരണ ഈ സൈക്കിളിന് വെയിറ്റ് ഉണ്ട്, വെയിറ്റ് കൂടുതലാ. ആ ഇത് ഏകദേശം 22 കിലോ വെയിറ്റ് ഉണ്ട്. അതല്ല പറഞ്ഞേ, ചവിട്ടും കുറച്ചും കൂടെ ചെറിയ സൈക്കിൾ ഇടുന്നതിനേക്കാളും കൂടുതൽ ഒത്തിരി നമുക്ക് ആ ഒരു നമ്മള് മറ്റേ റാലി ചവിട്ടുന്നതിനേക്കാൾ ഒരു 3 റൗണ്ട് കൂടുതൽ കിട്ടും. അത് ആ ഗിയറിലിട്ട്.
ഒരു കുറച്ചു നേരം നടക്കാന്ന് പറഞ്ഞിട്ട് നടക്കണുണ്ടോ. കുറച്ചു നേരം നടക്കാന്ന് പറഞ്ഞിട്ട് നടക്കണാണ്. നമ്മളവിടെ ഫ്രഷ് ആവാൻ വേണ്ടി കയറി അതിനകത്ത് ജസ്റ്റ് ഒന്ന് നടക്കാന്നുണ്ടെങ്കിൽ നടക്കണം. നിരപ്പായ സ്ഥലം വന്നാൽ ഞാൻ കയറിക്കോ. നിരപ്പായ സ്ഥലം വന്നാൽ കയറിക്കോ. നീ കയറിക്കോ. ഒരു വരിക്ക് പോയായിരുന്നു. ഒരു ജാമായിട്ട് ഞാൻ ചവിട്ടുമ്പോ കേറുന്നില്ല വണ്ടി. കോളുകൾ സ്വീകരിക്കുന്നില്ല. ദയവായി അല്പസമയത്തിനു ശേഷം ശരി. ആ സാധനം പ്രശ്നം അല്ല. ഇതിലൊരു ആണി പോയിട്ടുണ്ട്. ഒരു കെട്ടമ്പി എന്തെങ്കിലും കെട്ടുന്ന വെച്ചൊന്ന് കെട്ടി നിർത്തായിരുന്നു. ഇവിടെ ഒരു കടയില്ലല്ലേ. ആ അതെ, കയറാൻ പറ്റും. കെട്ടമ്പി ഒരു കഷ്ണം കമ്പി കിട്ടില്ല. അത് കെട്ടിയിരുന്നോ? ബൈക്കൊന്ന് പിടിച്ചു പോട്ടോട്ടാ. അയ്യ ഇന്നലെ ഇല്ല. ഓക്കെ, എൻ്റെ കഴിഞ്ഞവരെ അവിടെ നിന്നു. കഴിഞ്ഞവർ പറയും നമ്മൾ അവിടെ ഒരു വീട്ടിൽ പോയിരുന്നു. ആ നേരത്തെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സത്യത്തിൽ ഞാൻ ആ കാര്യം വിട്ടു. ടെൻഷനായി പോയി. ഒന്ന് ദൂരെ മല. കാറിൽ പോകുമ്പോൾ ഇങ്ങനെ നോക്കാം, പക്ഷെ ബൈക്കിൽ പോകുമ്പോൾ ഇങ്ങനെ കണ്ടു പോവാട്ടാ. അതെ അടിമാലിക്ക് കയറിയിട്ടോ. അടിമാലിക്ക് തൊട്ട് മുമ്പായിട്ട് നമുക്ക് സൈക്കിളിൽ ചെറിയ പണി കിട്ടി. ബ്രേക്ക് ജാമായി. ആ കൊടുവള്ളിയുള്ള 2 സുഹൃത്തുക്കളെ വണ്ടി തുറന്നു നിർത്തി അവരെ ടൂറും കാര്യങ്ങളൊക്കെ വാങ്ങി തൊട്ടടുത്ത് പോയി ഒരു കെട്ടുകമ്പിയൊക്കെ എടുത്ത് കെട്ടി സെറ്റാക്കിയപ്പോൾ പോവാണ്. അടിമാലി എത്തിയിട്ട് ബാക്കിയുള്ളവരൊക്കെ അടിച്ച് കയറി പോയിരുന്നുണ്ട്. എന്തായാലും കാണാം. കുറച്ച് വെള്ളം എടുത്തിട്ട് വരാം. എവിടെയാണ് വെള്ളം പോയിന്റെന്ന് ചോദിക്കട്ടെ. വെള്ളത്തിൻ്റെ ഇതവിടെ ഇല്ല. നല്ല ആൾക്ക് വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അടിമാലി തന്നെ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ച്. അപ്പം നമ്മൾ അടിമാലിയിൽ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സൈക്കിൾ ഒതുക്കി. പണി കിട്ടി. എന്തുട്ടാ ആ പണിയല്ല വണ്ടിക്ക് പിള്ളേര് ഹെൽപ്പ് ചെയ്ത് കയ്യാട്ടി നിർത്തി യൂട്യൂബ് പിള്ളേര് മാറി. ഞാന് നിങ്ങളെ പിന്നെ കുറെ നേരം നിങ്ങളെ ഉപ്പ ചെയ്യാൻ നോക്കണേ. സൈക്കിളൊക്കെ ഇവിടെ റെഡി ആയിട്ടിരിക്കേണ്ട. എല്ലാവരും സൈക്കിളൊക്കെ ഉണ്ട്. 1 2 3 4 5 6 7 8 നമ്മൾ 8 വണ്ടികളെ ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് അകത്ത് കയറിയ പൊറോട്ട, ബീഫ് ഫ്രൈ. അടിമാലി പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് കിടക്കണുണ്ടോ. നമ്മൾ അടിമാലി പള്ളിയിൽ ഒരു അരമണിക്കൂർ വിശ്രമിച്ച് ഇനി ഇവിടുന്ന് നേരെ മൂന്നാറാണ് നമ്മൾ ലക്ഷ്യം. മൂന്നാറിൽ ഏകദേശം ഒരു 4 5 6 മണി ഞങ്ങൾ പ്രതീക്ഷിക്കണേ. അല്ല ഒരു 2:30 ഇറങ്ങി കഴിഞ്ഞാൽ 3:30 4 5:30 6:30
6 മണിക്ക് എത്തിയാൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല. നല്ല വിളിക്ക് ഞങ്ങൾ പോകാനുള്ള പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങാം കേട്ടോ. 2:25 ഇറങ്ങാനുള്ള സെറ്റപ്പ് ആയിട്ടുണ്ട്. ായിരുന്നു ഇവിടെ എങ്ങനെയുണ്ടായിരുന്നു? ഉറക്കം എങ്ങനെയുണ്ടായിരുന്നു? കരിക്കിടണം, കരിക്കൊന്നും കെട്ടി കഴിഞ്ഞു കേട്ടോ. ഇവിടുന്ന് ഇറങ്ങാനുള്ള പരിപാടിയാണ്. 2:30 ഇറങ്ങാണ്ട് 3 മണിയായി. അപ്പോൾ അടിമാലി പള്ളിയിൽ നമ്മൾ സ്റ്റേ ചെയ്തിരുന്നു ഇത്ര നേരം. സൈക്കിളൊക്കെ ഇവിടെ കയറ്റിയൊക്കെ അങ്ങനെ പറ്റി. ശരിക്കും ഇങ്ങനെ വേണം എല്ലായിടത്തും കേട്ടോ. നമ്മൾ ചിലയിടത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ശരി, ഓക്കെ. ഇവിടുത്തെ കമ്മിറ്റിക്ക് ഒരു നന്ദി പറയാണ്. കിലോമീറ്റർ